ഞങ്ങൾ ചക്ക വറക്കുവാണ്. എൻ്റെ കുഞ്ഞു പേരക്കുട്ടിയുണ്ട് കൂടെ എന്നെ സഹായിക്കാനായിട്ട്. അത് അവൾ ചക്ക മുറിക്കാനായിട്ട് നിൽക്കുകയാണ്. പിടിക്കേ ചക്കയ്ക്ക് പിടിക്കേ ചക്കയ്ക്ക് പിടിക്കേ. ഇനി വാ ഇവിടെ വാ അവിടെ നിന്ന് എന്നെ സഹായിക്കുന്നത് ഇങ്ങനെ അവളെ കണ്ടോ. ചക്ക മുറിക്കുക അവള്. ഈ വർഷം ഞങ്ങൾക്ക് ചക്ക വറുത്തില്ല. അത് കാരണം ഇപ്പൊ ഒന്ന് വറുക്കാന്ന് കൊണ്ടാണ്. ചക്കയ്ക്ക് പിടിക്കാനോ ഞാൻ അവൾ ചക്ക വെട്ടുവാ. വിളഞ്ഞ ചക്കയാണ്. ഇതായാലും ഇങ്ങനത്തെ അരക്ക് തൂത്ത് വരട്ടെ. അമ്മ എടുത്ത് തരാം. ചക്ക കൊണ്ട് ഇപ്പം എല്ലാം ഉണ്ടാക്കാൻ മനുഷ്യൻ പഠിച്ചു. ചക്ക അവിയൽ, ചക്ക എരിശ്ശേരി, ചക്ക പായസം, ചക്ക വറക്കുക, ചക്ക ഉണക്കി പൊടിക്കുക, എല്ലാ പരിപാടികളും ഇപ്പം പഠിച്ചു. കുഞ്ഞെ കഴിച്ചിട്ട് കൊള്ളരുത് ഈ ചക്ക ഒരുക്കി. അരക്ക് പറ്റും കൈ. വറക്കാൻ പറ്റുക ശരിക്കും വളമല്ലേ. ഞാൻ മടലിടാനായിട്ടൊരു ഇത് അടക്കി പെറുക്കി. ചക്ക ഒരുക്കുമ്പം തന്നെ അതിൻ്റെ ചകിണിയെല്ലാം കളഞ്ഞെടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. ചകിണിയെല്ലാം കളഞ്ഞ് പിന്നെ കുരു അടച്ച് അങ്ങ് അരിഞ്ഞാൽ മതി. ചക്കയുടെ മടൽ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടി കണ്ടിച്ച് കപ്പയുടെയും ചേനയുടെയും വാഴയുടെ ഒക്കെ ചോറിലിട്ടാൽ നല്ല വളമാണ്. ഇത് അഴുകി ചേർന്ന് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കണ്ടിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ പശുക്കൾക്കൊക്കെ കൊടുക്കും. ഇപ്പോൾ എങ്ങും പശുവൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇതൊക്കെയാണ് എൻ്റെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. കപ്പയ്ക്കാണേലും ചേനയ്ക്കാണേലും പച്ചക്കറി നടുന്നതിനും എല്ലാം വളമൊന്നും മേടിച്ചെടുത്തില്ല. ഇതൊക്കെ ഇങ്ങനെ എടുത്തേ ഉള്ളൂ. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് ചുളയെടുത്ത് ചക്ക അടുത്ത് ചുളയെല്ലാം എടുത്ത് ഇനിയിപ്പോൾ അത് അരിഞ്ഞാൽ മതി. ചകിനിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇനിയിപ്പോൾ അത് അരിയുവാണ്. നമ്മൾ ചക്ക അരിഞ്ഞെടുത്ത് ഈ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്ത്. തീരെ കനക്കുറവായതുകൊണ്ടാണ് രീതിക്ക് അരിഞ്ഞത്. ഇതിന് നിറക്കുറവായതുകൊണ്ട് ശകലം മഞ്ഞൾ കലക്കി ഒഴിക്കുകയാണ്. ഇച്ചിരി നിറം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വെളുത്തിരിക്കും. അതിന് വേണ്ടിയിട്ട് കറുത്ത് വരുമ്പം വെളുത്തിരിക്കും. അപ്പോൾ അത് കണ്ട ഒരു സുഖം തോന്നത്തില്ല. അത് കാരണം മഞ്ഞൾ പൊടി ഇട്ട് കുടയുവാണ് നിറം വരാൻ വേണ്ടിയിട്ട്.
ലൈറ്റർ കേടായിപ്പോയി. അത് കാരണം ഇപ്പം തീപ്പെട്ടി കത്തിച്ച് വന്നു. പോയി മേടിക്കാനായിട്ട് ഒത്തില്ല. ചീനിച്ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് വറക്കാം. ചീനച്ചട്ടി ചൂടായി, അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണിത്. ഇത് ഒരു 1/2 കിലോ ഞാൻ മേടിച്ചതാണ്. ശകലം ഇങ്ങ് മാറ്റി വെച്ച് ബാക്കി ഒഴിച്ചു. എണ്ണ മൂത്തോന്ന് നോക്കാം. എണ്ണ മൂത്തു. ഇതിലേക്ക് ചക്ക വാരിയിടുകയാണ്. ചക്ക മൂത്ത് തിരിവിരുന്നായി. എനിക്ക് കടിച്ചു നോക്കാൻ വായി പലതും ഇല്ലാത്തതുകൊണ്ട് തിരിവിരുന്നായി. ഇനി കോരുവാണ്. വറുത്ത തീരാറായി. ഇനി ഒരു ഇടിയിലും കൂടെ ഉള്ളതുള്ളൂ. ചിറ്റായിട്ട് വറക്കുന്നത് എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചക്ക വറുത്ത് കോരി വേണം നല്ലപോലെ കിരികിരുന്നാണ് വേണ്ടത്. നല്ലപോലെ മുരുന്ന് മുരുത്ത്. എനിക്ക് കടിക്ക് തിന്നാൻ മേല. കുഞ്ഞൊക്കെ കടിച്ച് തിന്നുന്നുണ്ട്. ഇതുണ്ട് ഇതുപോലെയാണ് വറുത്ത് കോരിയിരിക്കുന്നത്. വറക്കാൻ പറ്റിയ നല്ല ചക്കയായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞവിടെ വെക്കേ. ഈ കുഞ്ഞാണെങ്കിൽ എന്നെ അടുത്താൽ അതിൻ്റെ അടുത്തൊന്നും മാറത്തില്ല. അതൊന്ന് വഴക്കാം. പിന്നെ മാറ്റി പിടിക്കുമ്പോൾ അവിടെ നടുക്ക് കയറിയിരിക്കുന്നത്. അവർക്ക് ഇതൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവളിങ്ങനെ കയറിയിരിക്കുന്നത്. അതുപോലെ എന്നാ നല്ലതാണോ? ആണോ? ആണോ? ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.